നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും നല്ല മാർക്ക് വേണം, അല്ലെങ്കിൽ ടോപ്പർ ആവണം എന്നുള്ളത് തന്നെയാണല്ലേ. അപ്പൊ കുറെ പേര് വിചാരിക്കാറുള്ള ഒരു കാര്യമാണ്, എന്താണ് ഈ ടോപ്പേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ടിപ്സാണ് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ടോപ്പേഴ്സിന്റെ സ്റ്റഡി സീക്രട്ട് ആണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം എല്ലാവരും പഠിക്കണം. അപ്പൊ നിങ്ങളും അതേ രീതിയിൽ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. നിങ്ങളുടെ ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ചിലപ്പോൾ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് ടോപ്പർ ആയും, അല്ലെങ്കിൽ ഈ ഒരു സാധനം ഒരു 10 ദിവസം തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫുൾ ടോപ്പറാണ്, അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ചിലപ്പോൾ നമുക്ക് ടോപ്പർ ആവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇവിടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്സ് ഒരു 10 മാർക്കാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അടുത്ത പ്രാവശ്യം 20 ആവും, പിന്നെ 30 ആവും, പിന്നെ 40 ആവും, പിന്നെ നമ്മൾ ആ ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ടോപ്പേഴ്സ് എങ്ങനെയാണ് ഈ ഫുൾ മാർക്സ് വാങ്ങിക്കുന്നത്, എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾക്ക് മിസ് പറഞ്ഞു തരാൻ പോവാണ്. ആദ്യമായിട്ട് ഒരു മാജിക്കും ഇതിലില്ല. വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുമോ അവർക്ക് ഓൾറെഡി നല്ല ബുദ്ധിയുണ്ട്, ജനിച്ചപ്പോൾ തൊട്ടേ ഭയങ്കര ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഈ ടോപ്പേഴ്സ് എപ്പോഴും ഫുൾ മാർക്ക് വാങ്ങിക്കുന്നത്, അങ്ങനെയാണോ? അല്ല, അവര് ഒരു പ്രത്യേക രീതിയിൽ പഠിച്ചു പോരുന്നുണ്ട്. അത് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അവരിത് ചെയ്തു പോകുന്നത് കൊണ്ടാണ് അവർക്ക് ആ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമ്മൾ ഈ ടോപ്പേഴ്സിനെ പോലെ, അല്ലെങ്കിൽ നമുക്കും ഒരു ടോപ്പർ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് മിനിറ്റിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മളുടെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഏതൊരു കുട്ടിയോടും നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർ ഒരിക്കലും പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ട് അതിന്റെ തലേദിവസം ഇരുന്നിട്ടല്ല പഠിക്കുന്നത്. അവരെന്ത് ചെയ്യും, റെഗുലർ ആയിട്ടുള്ള ഒരു പഠിത്തം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയം അതിനുവേണ്ടി കണ്ടെത്തി അവരെന്ത് ചെയ്യാനുണ്ട്, നേരത്തെ പഠിച്ചു തുടങ്ങുന്നുണ്ട്. എക്സാം ആവുന്ന സമയത്തേക്ക് അവർ എന്ത് മാത്രമാണ് മാറ്റിവെക്കുള്ളൂ, റിവിഷൻ മാത്രമായിട്ടാണ് അവരെന്ത് ചെയ്യാൻ മാറ്റിവെക്കുക. അപ്പൊ എക്സാമിന്റെ തലേ ദിവസങ്ങളിലൊക്കെ കംപ്ലീറ്റ്ലി റിവിഷൻ ആവണം. അതിനു മുൻപ് നേരത്തെ തന്നെ അവരെന്ത് ചെയ്യും, ഓരോ ചാപ്റ്റേഴ്സും പ്രിപ്പയർ ചെയ്ത് പഠിച്ച് കണ്ടന്റ് ക്ലാരിറ്റി ഒക്കെ വരുത്തി വെച്ചിട്ടുണ്ടാവും. പിന്നീട് അതിനുള്ള റിവിഷൻ മാത്രമാണ് എക്സാമിന് ഡേറ്റ് വരുന്ന ആ ഒരു ലാസ്റ്റ് മിനിറ്റിലേക്ക് അവർ റിവിഷൻ മാത്രമേ ബാക്കി വെക്കുള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ തന്നെ അവർ പഠിച്ചു തുടങ്ങും. അപ്പം ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കരുത്. ആൻഡ് അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ദേ വിൽ പ്ലാൻ. അതായത് ഒരു ദിവസത്തേക്ക് അവർ നേരത്തെ പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളാണ് ഈ ഒരു ദിവസം ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ അവർ തലേ ദിവസമെങ്കിലും ഇരുന്നിട്ട് നാളെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു പ്ലാനിങ് ഉണ്ടാവും. അല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഹോളിഡേ ആണ്, സോ വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് ഇന്ന ചാപ്റ്ററിന്റെ ഇത്ര ഭാഗം തീർക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്സ് എനിക്ക് മനസ്സിലാക്കി എടുക്കണം. അപ്പം നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ വെറുതെ പഠിക്കാൻ വേണ്ടി ഇരിക്കും. നമുക്ക് അപ്പം എന്താണോ തോന്നുന്നത് അത് മാത്രം ഇരുന്ന് പഠിക്കുന്നു, പിന്നെ നിർത്തുന്നു. പക്ഷെ ഒരു ടോപ്പറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കണക്കുകൂട്ടലുകൾ വേണം, കറക്റ്റ് ആയിട്ട് നമ്മുടെ പോർഷൻസ് തീരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഡേയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ വേണം. അത് വെച്ചിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്താലും നമ്മൾ അത് പ്ലാനോട് കൂടെ ചെയ്യണം. അപ്പൊ ഒരു ദിവസം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെറുതെ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ, പക്ഷെ അത് ഇപ്പൊ തന്നെ നിർത്തുക. തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഒരു പ്ലാനിങ്, ഒരു റഫ് പ്ലാൻ ഉണ്ടാക്കുക. ഞാൻ നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഇത്ര പോർഷൻസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നുള്ളത് തലേ ദിവസം തന്നെ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ പിന്നെ വെറുതെ ആലോചിച്ചിരുന്ന് കുറെ സമയം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് സമയം, ഒരു 15 മിനിറ്റ്സ് തന്നെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് തിങ് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത കാര്യമായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് ലേൺ ചെയ്യാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പലപ്പോഴും പഠിക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ പഠിക്കും, മൂഡ് ഉണ്ടാവുമ്പോൾ പഠിക്കും, അല്ലെങ്കിൽ പരീക്ഷയുടെ ചൂട് വരുമ്പോൾ നിങ്ങളുടെ സ്കൂൾസിൽ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ വരുമ്പോൾ പഠിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ റെഗുലർ ആയിട്ട് ഓരോ ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ ഡെയിലി റെഗുലർലി നിങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം ഈ റെഗുലർ ലേണിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡെയിലി നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണത് പഠിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ്സസിൽ പോകുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള മക്കളുണ്ടാവും. അപ്പൊ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ ആ ക്ലാസ്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നോക്കി പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സസിന് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, അത് പഠിക്കുക. അപ്പോൾ അല്ലെങ്കിൽ സ്കൂൾസിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുക. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ റെഗുലർലി ഒരു കുറച്ച് സമയം എന്ത് ചെയ്യണം? പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും മാറ്റിവെക്കണം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും കാരണങ്ങൾ വെച്ച് നിങ്ങൾക്ക് വയ്യാതെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റിവെക്കണം, അല്ലെങ്കിൽ അന്ന് തന്നെ ഇരുന്ന് പഠിക്കണം എന്ന് മിസ് പറയുന്നില്ല. പക്ഷെ ഒരു റെഗുലർ ബേസിസിൽ എൻ്റെ കുട്ടികളെ എല്ലാവരും എന്ത് ചെയ്യുക? ഡെയിലി പഠിക്കുന്നത് ഒരു ഭാഗമാക്കുക. ഓക്കെ, ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്ട്രാക്ഷൻസ്. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഓൺലൈൻ പഠനങ്ങളാണല്ലേ നടത്തുന്നത്. അപ്പൊ ഫോണാണെങ്കിലും ലാപ്ടോപ്സ് ആണെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമുക്കറിയാം. നമ്മൾ യൂട്യൂബ് കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിന്റെ മുകളിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് നോട്ടിഫിക്കേഷൻസ് വരും, ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻസ് വരും. അപ്പൊ നമ്മൾ വെറുതെ എങ്കിലും അയ്യോ എൻ്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റിപ്ലൈ കൊടുത്തിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യും. പക്ഷെ അവിടെ നിങ്ങൾ പിന്നീട് കുറേ സമയം ചെലവഴിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു റീല് കാണട്ടെ, ഒരു 5 മിനിറ്റ് റീൽസ് കാണാമെന്ന് വിചാരിക്കും. പക്ഷെ പോയിട്ട് പിന്നെ അതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ ടോപ്പേഴ്സ് ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആവില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള സമയം ബ്രേക്കിന് കൊടുക്കും. അത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ തിരിച്ചു ബാക്ക് ടു സ്റ്റഡീസിലേക്ക് വരും. അപ്പൊ എൻ്റെ കുട്ടികളും അങ്ങനെ ഒരുപാട് സമയം ഡിസ്ട്രാക്ഷൻസിൽ ഏർപ്പെട്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു അലാം ഒക്കെ വെക്കുക. അലാം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പൊ ആ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി പഠിക്കുക എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ എന്താ, ഇതെല്ലാം നമ്മൾ ഒരു 2 ദിവസത്തിന് ചെയ്തിട്ട് പിറ്റേ ദിവസം വിട്ടിട്ട് പോകാനുള്ളതാണോ? അല്ല. ടോപ്പേഴ്സ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവരെന്ത് ചെയ്യും? കൃത്യമായിട്ട് എല്ലാ ദിവസവും അത് കണ്ടിന്യൂ ചെയ്യും. അത് എക്സാം ഉണ്ടോ എക്സാം ഇല്ലേ ഒന്നും അവർക്ക് ബാധകമല്ല. അവർ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്തിട്ട് പോരണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്സിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എത്താൻ പറ്റുക. സോ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ടോപ്പേഴ്സ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും നല്ല മാർക്സിലേക്ക് എത്തുന്നത്. അപ്പൊ ഇപ്പൊ മിസ് പറഞ്ഞിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ലാക്ക് ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് എൻ്റെ കുട്ടികൾ ചെയ്യാത്തത്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തു തുടങ്ങുക. ഇപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തു തുടങ്ങുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും താഴെ വന്നിട്ട് കമന്റ് ചെയ്യണം, യെസ് മിസ് ഇന്ന് മുതൽ ഞാനൊരു ടോപ്പർ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ടോപ്പർ ആവുക എന്ന് പറയുന്ന ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല, അത് നമ്മൾ പ്രൗഡായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അല്ലെ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് നല്ല മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും എഫേർട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും, ചില ആൾക്കാർക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. ആ എഫേർട്ട് നമ്മൾ എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പർ ആവുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മളുടെ ഹാർഡ് വർക്കിലൂടെ നമ്മൾ എത്തിയതാണ്. സോ അത് പ്രൗഡായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം ഇന്ന് മുതൽ നന്നായിട്ട് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഏറ്റവും നല്ല മാർക്സിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എത്താൻ വേണ്ടി പറ്റട്ടെ. നിങ്ങൾ ഒരു ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ പഴയ മാർക്സിൽ നിന്നും ഒരു 10 മാർക്കെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അടുത്ത എക്സാമിന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പർ ആണെന്ന് മിസ് പറയും. അല്ലാതെ ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന ആളാണ് ടോപ്പർ എന്ന് മിസ് ഒരിക്കലും പറയില്ല. ആ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ കാണിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടോപ്പറാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ടോപ്പർ എൻ്റെ കുട്ടികൾക്ക് ആവണം എന്നുണ്ടെങ്കിൽ യെസ് മിസ് ഞാനൊരു ടോപ്പർ ആവും എന്നുള്ളത് എൻ്റെ കുട്ടികൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.